അപ്പൊ എന്തായാലും നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇനി അടുത്തത് ഇവിടെ പാടാൻ വരുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ നിന്നാണോ വേണ്ട, അത് ഈ ചന്ദ്രനിലേക്കുള്ള വഴിയിലോട്ടാണോ? ഏകദേശം ആ വഴി. ഞാൻ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം സെബമൂൺ ഓൺ സ്റ്റേജ്. കുട്ടി സുഖമാണല്ലോ? സുഖമാണ്. വിശേഷം ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വേണേ ഉണ്ടായി പറയണം അല്ലേ? ഓക്കെ, അപ്പൊ ഏതാ പാടുന്നത്? ഞങ്ങളൊക്കെ കേക്കാം. സൂപ്പർ മതി അല്ലേ? ഇത് ജാനകിയമ്മയല്ലേ പാടിയത്? അടിപൊളി. അവിടുന്നൻ ഗാനം ബാബുക്ക. പിന്നെ എഴുതിയത് ഭാസ്കരൻ മാഷ്. മൂവി പരീക്ഷ, വർഷം 1967. 1967. എന്നും മായാതെ നിൽക്കുന്ന, ഇനി അങ്ങോട്ട് എത്ര കാലങ്ങളുണ്ടെങ്കിലും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണിത്. ക്ലാസിക്. ക്ലാസിക്. അതെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? തുടങ്ങാം. Are you ready? All the best. All the best. All the best. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്, സൂപ്പർ, സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. സെബക്കുട്ടി എല്ലാരും എഴുന്നേറ്റെന്ന കൈയടിച്ച് തകർത്തല്ലോ. സെബക്കുട്ടി സത്യത്തിൽ അഭിമാനം തോന്നുന്നു. കാരണം നമ്മുടെ ടോപ്പ് സിംഗർ അതിൽ പാടുന്ന കുട്ടികളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. അത് മാത്രമല്ല മോളിപ്പോൾ പാടിയിരിക്കുന്നത് ഇതിനകത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഇപ്പൊ ഇത് കുറച്ച് ടെമ്പോ കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരൊക്കെ വലിയ മ്യൂസീഷ്യൻസ് ആണ്, അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഒരു 4 പോയിന്റ് കുറച്ച് കഴിഞ്ഞാൽ മോക്കൊന്നുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പാടാം ആ സംഗതികളൊക്കെ. പക്ഷെ ഇത് റെക്കോർഡ് പിച്ചിൽ കൃത്യമായിട്ട് പോകുമ്പം ആ സംഗതികൾ ജാനകി അമ്മയുടെ ഡൈനാമിക്സും സംഗതികളും ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ഞാൻ മോൾ ഈ താളത്തിൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം പിന്നെ അവിടുന്നൻ ഗാനം ഇതിൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ മറ്റേ എന്തൊരു നാണമൊക്കെ മിക്കവാറും. പക്ഷെ അതിമനോഹരം ആ ഡൈനാമിക്സ് ഒക്കെ ബ്യൂട്ടിഫുൾ. ഞാൻ പറയുന്നത് ഒരിക്കലും ഐ എം നോട്ട് കമ്പയറിങ് വിത്ത് ജാനകി അമ്മ. ആ 7 അയലത്ത് പോലും ചെല്ലാൻ പറ്റില്ല. പക്ഷെ മോടെ പ്രായത്തില് മോളെപ്പോലെ ഒരു കൊച്ചുകുട്ടി പാടുക, ഈ പാട്ടെടുത്ത് പാടുക, അത് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള 67 ഒരു പാട്ട്, ബാബുക്കയുടെ ഒക്കെയുള്ള ഒരു എന്താണ് മാസ്റ്റർ പീസ് സോങ്, മനോഹരമായിട്ട് പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് സത്യം പറഞ്ഞ അഭിമാനം തോന്നുന്നുണ്ട്. പിന്നെ മോക്ക് ആ സങ്കല്പം ബീലിയുടെ അടുത്ത് അവിടെ അറിയാമല്ലോ, അവിടെ എന്ത് പറ്റിയതാ എനിക്ക് അറിഞ്ഞു. ഞാൻ ഒരുപാട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ശ്വാസം കിട്ടണ്ട ആദ്യത്തെ സങ്കല്പം അത് ബ്രീത്ത് അങ്ങോട്ട് എത്തിയില്ല. അപ്പൊ എങ്ങനെ ഞാൻ തുടങ്ങണം സങ്കല്പം പോയി, സങ്കല്പത്തിന്റെ അപ്പം അത് പോട്ടെ. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള സംഗതികളിലൂടെ പാടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആസ്വാദനം നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ അത് പതിച്ചു, അപ്പോഴാണ് എനിക്ക് അതിന്റെ സന്തോഷം വരുന്നത്. പിന്നെ അതിനകത്തൊരു സങ്കല്പമോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ശകലം ശ്രുതി ലാൻഡിങ് പോയെന്നുള്ള പിന്നെ എൻ്റെ മനസ്സിൽ വരത്തേയില്ല. പിന്നെ എനിക്ക് ആ ടോട്ടൽ സോങ്ങിൽ മോള് കൊടുത്തിരിക്കുന്ന അതിൻ്റെ എക്സ്പ്രഷൻ, ഡൈനാമിക്സ്, അതിൻ്റെ എന്താണ് കണ്ടന്റാണ് പിന്നെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പാട്ടിൻ്റെ ജീവനാണ്, എൻ്റെ പ്രണയമാണ് ഈ പാട്ട്. ഞാൻ ഈ പാട്ടിനെ പ്രണയിക്കുകയാണ്. കാരണം ഒരു രക്ഷയില്ല. ഒരു ദിവസം ഒരു 100 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും ശരി, ഞാൻ ഓരോന്ന് കേൾക്കുമ്പോഴും എനിക്ക് ഐ വിൽ ഗെറ്റ് മോർ പവർ. അത്രയ്ക്കുള്ളൊരു ഇതാണ് അത്. മോള് നന്നായിട്ട് തന്നെ പാടി. നന്നായിട്ട് പാടിയെന്നല്ല, അത് ഗംഭീരമായി, എനിക്കൊന്നും പറയാനില്ല. നന്നായിരുന്നു. പിന്നെ ഇതും കൂടെ നന്നായിരുന്നെങ്കിൽ പിന്നെ അത് അതെ ഒന്നും പറയാനില്ല അല്ലേ മധു? അതെ തീർച്ചയായിട്ടും. സെബാമൂൺ ഇവിടെ പാടിയതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് പിന്നെ പെർഫോമൻസ് അതാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് പാടി. നല്ല ജാനകിയമ്മ പാടിയ പോലെ അത്രയും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മോള് ഇത് അസാധ്യമായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. എനിക്കും ആ ഒരു സങ്കല്പം, ഇങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കല്പം, അതാണ് ഞാനും ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ സങ്കല്പത്തിൻ്റെ വേറൊരു ഔട്ട് ഓഫ് പിച്ച് പോയി, അത്രേ ഉള്ളൂ. സെക്കൻഡ് ടൈം കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ അനുപല്ലവിയിലെ ഫിനിഷിങ്ങില്ലേ കേൾക്കാൻ, അനുപല്ലവി കഴിഞ്ഞിട്ട് പറഞ്ഞ പല്ലവിയുടെ തുണ്ടുപല്ലവി, അതും കുറച്ചൊന്ന് സ്റ്റഡി ആകണമെന്ന് എനിക്ക് തോന്നി. നിർത്തുന്ന ഭാഗം, തുണ്ടുപല്ലവി നിർത്തുന്ന ഭാഗം, അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നിയില്ല. അസലായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് പാടി. ഓക്കെ, ഇനിയും ഇതുപോലെ നല്ല പെർഫോമൻസുമായിട്ട് വരും. ഓൾ ദ ബെസ്റ്റ്. സെബക്കുട്ടി കലക്കി. സെബക്കുട്ടി ഇനി ഒന്നും കൂടുതൽ പറയാനില്ല. ഈ പാട്ട് എടുക്കണേ തന്നെ വേണം ഒരു ശങ്കൂറ്റം. രസമായി പാടിയുടെ, സൂപ്പർ കേട്ടാ. സെബക്കുട്ടി നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നല്ല മാർക്ക് കിട്ടും നോക്കാം. അല്ലെ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, മാർക്കല്ല ഇവിടെ അടിസ്ഥാനം. അതെ, കാരണം അല്ലേ മധു? തീർച്ചയായിട്ടും രമി, നമ്മൾ ടോട്ടലി ഒരു പാട്ട് എങ്ങനെയാണ് കേൾക്കുന്നത്, അതിനകത്ത് ഒരു അറ്റം പോയി ഒരു ശകലം പോയി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ആ പാട്ട് എങ്ങനെ, ആ കുട്ടി എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തു, ഞങ്ങൾക്കൊരു എക്സ് ഫാക്ടർ കിട്ടി. അതെ, അതാണ് മെയിൻ തിങ്. അതെ, നമ്മളെ തട്ടി ഉണർത്തി. അതെ, അത്രേ ഉള്ളൂ. അവിടെയാണ് മാർക്ക്. ഇപ്പൊ ഞാൻ 150 എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. 98 എന്ന് പറയുകയാണെങ്കിൽ മോള് വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ അതല്ല, എന്തോ ഞങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അതിലുണ്ടായി. ജാനകിയമ്മയുടെ ചില ഇതുണ്ട്. അനുരാഗ ഗാനമായാലും ജസ്റ്റ് കേൾക്കാൻ വേണ്ടി മോളെ ഒന്ന് പാടിക്കുന്നു.
സബാഷ് സബാഷ്. ആഹാ. മുറിവേറ്റാലോ കഥനഗാനമായാലിൻ്റെ അതാണ്. ആഹാ. ഹൃദയത്തിൽ മുറിവേറ്റാലോ. വെരി ഗുഡ് ആഹാ. വെരി ഗുഡ്. കേൾക്കാൻ ഇങ്ങനെ മനസ്സ് ആ വിതുമ്പുന്നു. ശബ്ദം സൂക്ഷിക്കണേ. നല്ല അല്ലേ, നല്ല voice. ക്ലിയർ ആയിട്ടുള്ള. മോടെ ശബ്ദത്തിലെല്ലാം വരും. ഗോഡ് ബ്ലസ് യു അല്ലേ? അതെ, അതെ. അതെ അതെ. സോ പ്രൗഡ്ലി വി ആർ ഗിവിംഗ് യു 100 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു ബാബു കപ്പുകുട്ടി. എത്ര 100 കിട്ടി? ആദ്യമായിട്ട് ആ, First time ആണ് അതാണ് സബക്കുട്ടി അതാണ്. കിട്ടുന്നെ. യെസ് യെസ് യെസ്. ആഹാ. അപ്പൊ വെരി ഗുഡ്. congrats. കൺഗ്രാറ്റുലേഷൻസ്. Happy ആയില്ലേ? ഹാപ്പി. ആ. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക. ഓക്കെ. ഈ കുട്ടിയെ കാണുമ്പോഴാണ് എല്ലാ പിള്ളേർക്കും ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അതെ. 2-3 സീസണിൽ വന്നിട്ട് ഔട്ടായി അതെ. പോയ ആളാ. എന്ന് വെച്ചാൽ കേറാൻ പോലും പറ്റാതെ പോയ പറ്റാതെ. ആളാണ് ഓഡിഷനിൽ പോലും. ഇന്ന് സീസൺ 5 100 മേടിച്ച് നിൽക്കുന്നത്. അതാണ്. ഒരു കൈ തട്ട് വരും. വെരി ഗുഡ് വെരി ഗുഡ്. ഓടിച്ചല്ലോ ഓടിച്ചല്ലോ. അസലായിട്ട്. കൺഗ്രാറ്റ്. ഗോഡ് ബ്ലസ് യു. ഓക്കെ. സബക്കുട്ടി, ഓ അപ്പൊ മാർക്ക് കിട്ടി. ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് ട്രീറ്റ് എന്തായാലും വാങ്ങണം. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. ആ.